ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ളൊരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിശാച് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധതി കഥ ഞങ്ങളുടെ അങ്ങാടി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും.